സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കിടെ പാമ്പുകടിയേറ്റു മരിച്ചവരുടെ എണ്ണം 5ആയി. ഇന്നലെ ആലപ്പുഴ കുട്ടനാട്ടിൽ വീട്ടമ്മ പാമ്പുകടിയേറ്റു മരിച്ചു. ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് കുട്ടനാട് വൈശ്യംഭാഗം സ്വദേശി ഇന്ദിരയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്നും. അശ്വിൻ, ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നോ? എന്താണ് മറ്റ് വിവരങ്ങൾ? അമൽ, 65 വയസ്സുകാരിയായ ഇന്ദിര ഇന്നലെ വീടിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോകവെയാണ് അതിന് മുന്നിൽ വെച്ച് ശുചിമുറിക്ക് മുന്നിൽ വെച്ച് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെയും ഒപ്പം വീട്ടിലുണ്ടായിരുന്നവരും ഒക്കെ ശബ്ദം വെച്ച് ഇവർ അടുത്തേക്ക് വിളിച്ചു. പാമ്പ് കടിയേറ്റുവെന്ന് ഉറപ്പിച്ച ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. പാമ്പ് കടിയേറ്റു സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആന്റിവെനവും നൽകിയിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 9:30 ഇന്ദിര മരണപ്പെടുകയായിരുന്നു. ആഴത്തിലേറ്റ മുറിവ് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഒപ്പം ഇന്ന് ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 10 മണിയോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഈ വീടിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായി മൂർഖൻ പാമ്പിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ദാരുണമായ ഒരു മരണമാണ് ഇന്ദിരയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ശ്രീ അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം അത്രത്തോളം ചൂട് കാലമാണ്, അതുകൊണ്ട് തന്നെ പാമ്പിന്റെ ശല്യമൊക്കെ രൂക്ഷമാണ്. ഇന്നലെ തന്നെ എറണാകുളത്തടക്കം നമ്മൾ കണ്ടതാണ് പാമ്പുണ്ടാകുന്നു. അതിനോടൊപ്പം 20ഓളം മുട്ടകളും കൂടി ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.